ആദ്യം നമ്മൾ ഇതെല്ലാം തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇതെല്ലാം ഉരുളൻകിഴങ്ങെല്ലാം ചുരണ്ടി നമ്മൾ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. ഞാൻ അത് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. അടി കട്ടിയുള്ള ഒരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് 2 പെരിഞ്ജീരകം ഒഴിച്ച് പെരിഞ്ജീരകത്തിൻ്റെ കൂടെ തന്നെ ശകലം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള എല്ലാം നീളത്തിലാണ് അരിയുന്നത്. അതുകൊണ്ട് സവാള അരിഞ്ഞ് വെച്ച് അത് ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് നമ്മളതിനകത്തേക്ക് ശകലം ഉപ്പ്, അതായത് കറിയുടെ ആവശ്യത്തിനുള്ള ഉപ്പങ്ങ് ഇട്ട് കൊടുത്തേക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പിട്ടോണം. എനിക്ക് ഇത്തിരി ഉപ്പ് കൂടുതലാണ് എല്ലാത്തിനും വേണ്ടിയത്, അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ ഇട്ടത്. ഒന്ന് ഫ്രൈ ആയി കഴിയുന്നതിന് അതിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം. ഒരുപാടങ്ങ് ഫ്രൈ ആവാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. വാടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, എല്ലാം നീളത്തി വരുന്നതാണ്. തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങ് അതൂതി പിന്നെ 2 നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് 2 ഇട്ട് കൊടുത്തേക്കാം. അതായത് നമ്മളടുത്ത് ചിരക്കാന്ന് പറയാം, മലയാളത്തിൽ നമ്മൾ ചിരക്കാന്ന് പറയും. അത് 2 അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കുക. ഞാൻ വരാം ഒരു. ഇനി നമ്മൾ ഇതിലേക്ക് അത് നല്ലോണം ഒന്ന് ഇളക്കി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. നല്ല 1 സ്പൂൺ മുളക് പൊടി, എന്നിട്ട് എരിവ് വേണം ഇതിന്. ഇത് ചപ്പാത്തിക്കല്ലേ, അപ്പോൾ കറക്റ്റ് എരിവ് വേണമല്ലോ. അപ്പോൾ അതാണ് ഇത്തിരി മുളക് പൊടി ഇട്ട് കൊടുക്കും. ഞാൻ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നതുകൊണ്ട് എരിവ് കുറവായിരിക്കും, എനിക്കിത് കൂടുതൽ ഇട്ട് കൊടുത്തേക്കാം. പിന്നെ അതിനകത്തേക്ക് ആവശ്യമുള്ള മല്ലിപ്പൊടി, വലിയ സ്പൂൺ മല്ലിപ്പൊടി വേണ്ടി വരും. അതിട്ട് കൊടുത്ത് ഇളക്കിയിട്ട് ഒരു ശകലം ഗരം മസാല, അത് ടേസ്റ്റിന് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഓൾവേസ് ഞാൻ യൂസ് ചെയ്യുന്ന മസാല എന്ന് പറഞ്ഞാൽ മീറ്റ് മസാലയായിരിക്കും. മീറ്റ് മസാലയ്ക്കാണ് ഇത്തിരിയുടെ സ്മെല്ല് കൂടുതൽ, അപ്പോൾ ഞാൻ അതായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു നല്ല കറിക്കൊക്കെ നല്ലൊരു സ്മെല്ല് കിട്ടും. എന്നിട്ട് ഇതിനെ അടച്ചങ്ങ് വെക്കുക. അപ്പോൾ അതിനകത്ത് വെള്ളത്തിൽ നിന്ന് തന്നെ അതൊന്ന് വെന്ത് കിട്ടും. പിന്നെ അല്ല പോരാങ്കിൽ കുറച്ച് വെള്ളം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയിട്ട് ശകലം വെള്ളം ഒന്ന് ആഡ് ചെയ്യും. അതൊന്ന് വെന്ത് തിളച്ച് നല്ലോണം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ശകലം ഒരു 1.5 സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ശകലം സോയാ സോസ്, അത് 1 സ്പൂൺ, കഷ്ടിച്ച് 1 സ്പൂൺ മതി. ടേസ്റ്റ് മേക്കർ പോലെ ശകലം ഒഴിച്ച് കൊടുക്കുക. നല്ലോണം ഇളക്കി വേവാനുള്ള ആവശ്യത്തിനുള്ള ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് അടച്ച് വെക്കുക. അത് വെന്ത് കഴിയുമ്പോൾ പരുവത്തിനായിരിക്കും നമ്മളുടെ ചപ്പാത്തി കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയായിട്ട് മാറും. എന്നിട്ട് നമ്മൾ കുറച്ച് മല്ലിയില, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, മല്ലിയില അതിൻ്റെ പുറത്തിട്ട് കൊടുത്ത് അടച്ച് വെച്ച് അങ്ങ് ഇടിച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലും ആയിരിക്കും. നമുക്ക് ചപ്പാത്തിക്ക് നന്നായിട്ട് കൂട്ടാനും പറ്റും. ഇനി വേണ്ടുന്നത് കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ചടച്ച് ഒന്ന് ഇച്ചിരി വെള്ളം വറ്റിച്ച് എടുക്കാം. ലാസ്റ്റ് ഞാൻ കാട്ടിത്തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ തയ്യാറായ കറി. ഇതിന് നമ്മൾ ഈ കിടക്കുന്ന ഉരുളക്കിഴങ്ങ് പീസ് എടുത്തിട്ട് ഒന്ന് കുത്തി നോക്കി ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിരിക്കും. അത്രയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പ്രത്യേകമായിട്ടൊന്നുമില്ല. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ സുഖമായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.